നമുക്ക് ബാലിന്റെയും കോമഡിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ധർമ്മൻ മീനാക്ഷിയോട് പറഞ്ഞു, അല്ല ഞാൻ അനുവിനെ കൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട് മാമ, ഞാനും ഇത്രയും കൂടെ പോയി അവളോട് സംസാരിക്കും. അതുകൊണ്ട് എന്താ കാര്യം? ചിലപ്പോ അവളോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പം അനു ക്ഷേത്രത്തിലേക്ക് വന്നില്ലെങ്കിലോ? വരും, അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ ഞങ്ങളോട് തുറന്നു പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ ധർമ്മം പറഞ്ഞു. ഈ സമയത്ത് അലോക് എന്ത് ചെയ്തു? മുറിക്കകത്ത് കത്തി തപ്പുവാണ്. തലേ രാത്രി അവള് തന്റെ കഴുത്തി വെച്ച കത്തി അവൾ എവിടെ കൊണ്ടേ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ. അങ്ങനെ മുറി കൂടെ ആകമാനം അങ്ങനെ നോക്കുക, പക്ഷെ കണ്ടില്ല. ഒടുവില അലമാരിയൊക്കെ തുറന്നിങ്ങനെ നോക്കുമ്പോഴത്തേന് കത്തി കിട്ടി. ഓ, ഇത് വെച്ച അവള് തന്നെ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു കൊടുക്കാം. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് അനു ഇറങ്ങി വന്നു. അനു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലോക് കത്തിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് വെച്ചു, എന്താ നിനക്ക് സുഖമൊക്കെ അല്ലേ എന്നിങ്ങനെ ഒരു ചോദ്യമായിരുന്നു. അനു ആകെപ്പാടെ നോക്കിയൊരു പുച്ഛഭാവത്തില്, എന്താടി ഇന്നലെ രാത്രിയിൽ ഈ കത്തി വെച്ചല്ലേ നീ എന്നെ ഭീഷണിപ്പെടുത്തിയത്? ദേ കത്തി ഇപ്പൊ എന്റെ കയ്യിലാ. ഇന്ന് നിന്നെ ഞാൻ ഈ കത്തിയുടെ മുള്ളുമുനെ നിർത്തും. ഇന്നലെ നീ എന്നെ നിർത്തി. അപ്പോഴേക്കും അനു പറഞ്ഞു, അതെ അതിന് അലോകിന് സാധിക്കില്ല. പിന്നെ സാധിക്കില്ല പോലും. എടി ഞാനൊരു ആണാടി. ആണിന്റെ വില നിനക്ക് എന്താണെന്ന് അറിയത്തില്ല. നീ വെറും പെണ്ണ, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാലോ എന്നും പറഞ്ഞിട്ട് ഈസി ആയിട്ട് വന്ന് ഒരു പുഷ്പം പോലെ ആ കയ്യിലിരിക്കുന്ന കത്തി അലോകിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങുവാണ്. അലോക് അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അനു ആ കത്തി അങ്ങോട്ട് മാറ്റി. അപ്പോഴേക്കും അലോക് പറഞ്ഞു, എടി എനിക്ക് കത്തിയൊന്നും വേണ്ടറി, എനിക്ക് എൻ്റെ ഈ കൈ മാത്രം മതി നിന്നെ മെരുക്കാനായിട്ട്. ദേ ഈ കൈ വെച്ച് ഞാനൊന്ന് തന്നാണ്ടല്ലോ, നിന്റെ കരച്ചിലങ്ങ് ദേവമംഗലത്ത് വരെ കേൾക്കും. നിന്നെ ഞാന് ശരിയാ കുടി. ആണോ? അങ്ങനെയാണെങ്കിൽ അലോകം നോക്ക്, ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അനു ധൈര്യപൂർവ്വം നിൽക്കുകയാണ്. അത്രക്കായിട്ട് നീന്ന് പറഞ്ഞോണ്ട് അലോക് അലോക് അടിക്കാനായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അനു അങ്ങോട്ട് ഒഴിഞ്ഞു മാറി. അടി കൊണ്ടില്ല. രണ്ടാം ട്രിപ്പ് വീണ്ടും കൈ ചുരുട്ടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ വീണ്ടും അനു ഒഴിഞ്ഞു മാറി. അപ്പോഴും കൊണ്ടില്ല. എന്താടി നീ ഒഴിഞ്ഞു മാറുന്നോ എന്നും ചോദിച്ചിട്ട് വീണ്ടും അടിക്കാൻ വന്നപ്പോഴത്തേനും ആ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു അനു. കയ്യേലേക്ക് കയറി പിടിച്ചിട്ട് പടക്കം പൊട്ടുന്ന പോലെ രണ്ടെണ്ണം കൊടുത്തു. പിന്നീട് അവന്റെ കീഴ്നാപ്പിക്കിട്ടോ ഒറ്റ തൊഴിയായിരുന്നു. ആ തൊഴിക്ക് അലോക് കിടന്ന് കരഞ്ഞു. അയ്യോ അമ്മയെന്നും പറഞ്ഞോണ്ട്. അപ്പോഴേക്കും അനു പറഞ്ഞു, ഇപ്പൊ നിന്റെ ശബ്ദമാണ് കൃഷ്ണമംഗലംകാര് മൊത്തം കേൾക്കുന്നേ എന്ന് പറഞ്ഞു. മുഴങ്ങണേന്ന് പറഞ്ഞു. അലോകിന് എന്തേലും ചെയ്യാൻ പറ്റുമോ? അവനെ ചുരുട്ടി കൂട്ടി ആ കട്ടിലേക്ക് ഒരു ഒറ്റ ഇടിയിലായിരുന്നു. ഈ സമയത്ത് താഴെ കിച്ചൻ്റെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്യുതന്. എടി അതെന്താടി ഒച്ചപ്പാട് കേൾക്കുന്നേ? അലോകിന്റെ കരച്ചിലാണല്ലോ. ഈ പിള്ളേരുടെ ഒരു കാര്യം, നേരം കാലമൊന്നും ഇല്ലെന്നേ. എപ്പോഴും റൊമാൻസോട് റൊമാൻസാ. എടി ഇത് റൊമാൻസ് അല്ല, ഇതെന്തോ അപകടം പറ്റിയിട്ടുള്ള കരച്ചിൽ പോലെ തോന്നുന്നേ. രണ്ടുപേരും കൂടെ രാജശ്രീയും അച്യുതനും കൂടെ അലോകിന്റെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഇന്ദിരാമ്മയും നന്ദിത എല്ലാവരും കൂടെ കാർച്ച് കേട്ടിട്ടുണ്ട് മുറിയുടെ അവിടെ നിന്ന് കഥയെ മുട്ടുവാണ്. എടാ അലോകെ കഥവ് തുറക്ക്. ഈ സമയം അലോകിന്റെ അടുത്തേക്ക് അനുസരി എന്നൊരു ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ നിന്റെ കരച്ചിൽ ഇവിടെ മുഴങ്ങി. ഇതേ വീട്ടുകാർ മുഴുവൻ വന്ന് പുറത്തേക്കുന്നുണ്ട്. ഞാൻ കഥവ് തുറക്കാൻ പോവാ. അലോകാണ് പതുക്കെ എഴുന്നേറ്റിരിക്കുക കട്ടിലേല്. എഴുന്നേക്കാൻ പോലും ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരൊറ്റ തൊഴിയില് അവന്റെ എല്ലാം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അനു വന്ന് കഥവ് തുറന്നു. കഥവ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ അകത്തേക്ക് കയറി. എന്താ ഒരു കരച്ചിൽ കേട്ടേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അനു പറഞ്ഞു, അത് പിന്നെ അലോക് കട്ടിലേ നിന്നു പതുക്കെ വീണതെന്ന് പറഞ്ഞു. എല്ലാരും ഇങ്ങനെ നോക്കി പരസ്പരം നോക്കി. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, മനസ്സിലായെന്ന് പറയണം. ഒരു നാണത്തോടെയാണ് അനു അതൊക്കെ പറയണത്. എല്ലാരും കൂടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അച്യുതന് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നി. ആ സമയത്ത് അലോകിന്റെ മുഖം ആകെപ്പാടെ വിളറി വെളുത്തിരിക്കുകയാണ്. അലോക് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അലോകിന് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേനുമാണ് ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്നത്. ധർമ്മം വന്നിട്ട് അലോകിനെ ഇങ്ങനെ അടിമുടി നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വലിയ ചതി നീ ചെയ്യണ്ടായിരുന്നടാ ദേവമംഗലത്ത് എന്ന് പറഞ്ഞു. ആ സമയം അലോക് ഇങ്ങനെ നേരെ നിൽക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അലോക് വീഴാൻ പോയി. എന്താടാ നിന്റെ കാലിനേത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. എന്തേലും പറയാൻ പറ്റുമോ? എടാ നിന്നോടാ ചോദിച്ചേ, നിന്റെ കാലിന് എന്തേലും കുഴപ്പമുണ്ടോന്ന്. എല്ലാവർക്കിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. മാമൻ ചെല്ല്, അല്ലെങ്കിൽ തന്നെ ഞാൻ കലിപ്പില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒന്നും മനസ്സിലായില്ല ധർമ്മന് കാര്യം അറിയില്ലല്ലോ. ധർമ്മനകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും അലോക് പറഞ്ഞു, വെച്ചിട്ടുണ്ട് അവൾ കിട്ടിയാന്. അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവളെ മാത്രമല്ല ആ ദേവമംഗലത്തുള്ളവരെ.
അങ്ങനെ ധർമ്മൻ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അനു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനു ഓടി വന്നു. ധർമ്മന്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേനും ധർമ്മൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ മുഖം പോലും കാണില്ലെന്ന് ഞാൻ ആഗ്രഹിച്ച എന്ത് ചതിയാടി നീ ചെയ്തേ. പാവം അളിയനും ചേച്ചി കരഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാ. എടി ആരോട് എന്തൊക്കെ ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞാലും അളിയനോട് ചെയ്ത ദ്രോഹം ദൈവം പോലും പൊറുക്കില്ലടി. നിന്നെ അങ്ങനെയല്ലടി വളർത്തിക്കൊണ്ട് വന്നേ. എന്നിട്ട് നീ ചെയ്ത ചതി എന്താടി? ഒരു നിമിഷം കൊണ്ട് എല്ലാരും മറന്നു പോയില്ലേ. നീ ഇതിനെ അനുഭവിക്കാതെ പോയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുവോട് മാമാന്ന് വിളിക്കുക. മാമാന്ന് വിളിക്കുക പോലും ചെയ്തേക്കരുത് നീ. അനുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അനു കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ധർമ്മന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഈ സമയത്ത് ധർമ്മം വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോഴത്തേനും അനു ധർമ്മനെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലായിരുന്നു. ധർമ്മന്റെ മനസ്സലിഞ്ഞു. ധർമ്മം പറഞ്ഞു, പോട്ടെ സാരമില്ല, എന്നാലും നിനക്കിത് എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞങ്ങളൊന്നും ഒട്ടും ഈ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. നിന്നെ കൂട്ടിക്കൊണ്ട് കൃഷ്ണാമ്പലത്തിലേക്ക് എല്ലാനായിട്ട് മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷിയും മിത്ര അവിടേക്ക് വരും. നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. വേണ്ട മാമ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്താ. അപ്പൊ പിന്നെ വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ വീട്ടിലുള്ളവരുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അമ്മയോടും ചേട്ടന്മാരോടും ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു നുണ പറഞ്ഞോളാം. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ക്ഷേത്രത്തിൽ തൊഴാൻ പോകാനെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അനുവിനെയും കൂട്ടി ധർമ്മ ക്ഷേത്രത്തിലെത്തി. പക്ഷെ ക്ഷേത്രത്തിലെത്തുന്നോടും വരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തിന് മുൻപ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു. ആ സമയത്ത് അനു പറഞ്ഞു, എന്താ മാമ ഇത്ര സമയമായിട്ട് മാമൻ എന്നോടൊന്നും സംസാരിച്ചു പോലും ഇല്ലല്ലോ? എന്താ എന്നോട് മിണ്ടാതിരുന്നേ? വരുന്ന വഴിക്ക് ഒന്നും സംസാരിച്ചില്ല. അതെ, അവരോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അനു അവിടേക്ക് കയറി ചെല്ലുവാണ്. മീനാക്ഷിയും ഇത്രയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനുവാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനോട് കൂടി ചെല്ലുന്നേ. മിത്ര അനുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, മോളെ നിനക്ക് സുഖമല്ലേന്ന് ചോദിച്ചു. പക്ഷെ എങ്കിലും മീനാക്ഷി മുഖം തിരിച്ച് നിൽക്കുമോ എന്നേ. അപ്പോഴേക്കും മിത്രോട്, എന്താ മീനാക്ഷി അടുത്തി പറഞ്ഞിട്ടല്ലേ അനു ഇങ്ങോട്ടേക്ക് വന്നേ, എന്നിട്ട് എങ്ങനെ മുഖം തിരിച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. അനു ചോദിച്ചു, എന്നോട് ദേഷ്യമാണ് നിനക്ക്. മീനാക്ഷി പറഞ്ഞു, നീ വരുമ്പം ചോദിക്കാനായിട്ട് കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു ബാക്കി. എന്റെ മനസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും ഓർമ്മയും വരുന്നില്ല. ദേഷ്യത്തോടെയാണ് പറയണേ. അനു പറഞ്ഞു, എനിക്കറിയാം ഈ കല്യാണം എങ്ങനെയാ നടന്നേന്നല്ലേ. കല്യാണം നടന്നു, അത്രമാത്രം വിചാരിച്ചാൽ മാത്രം മതി. അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, എങ്ങനെ തോന്നി മോളെ നിനക്കിങ്ങനെ ചെയ്യാനായിട്ട്? നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമായിരുന്നല്ലോ. മീനാക്ഷി പറഞ്ഞു, അതെ, നിനക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമല്ലേ ഈ ബന്ധമായിട്ട് മുന്നോട്ട് നീങ്ങിയത്. ജീവനുമായിട്ട് നീ സംസാരിച്ചല്ലേ. അപ്പൊ പോലും നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്. എന്നിട്ട് ആ പാമ്പിടിച്ച അമ്മയും അച്ഛനെയും ഒക്കെ വേദനിപ്പിക്കാനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഇത് കേട്ടപ്പോൾ അനു പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇനിയിപ്പം മിത്ര പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് അന്യായമായി പോയി. നിനക്കൊരു വാക്കെങ്കിലും ഞങ്ങളോട് തുറന്നു പറയാൻ മേലായിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷെ നീ അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. വിവാഹത്തിന് സമ്മതമാണെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ആ സമയം മീനാക്ഷി പറഞ്ഞു, ഇവളോട് സംസാരിക്കാൻ പോലും എനിക്ക് തോന്നില്ല. എന്ത് പരിപാടി ഇവിടെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അനു പറഞ്ഞു, എനിക്കറിയാം ചേച്ചിയുടെ മാനസികാവസ്ഥ എന്താന്ന്. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, സത്യം പറ, അലോക് ഭീഷണിപ്പെടുത്തിയാണോ നിന്റെ കഴുത്തിൽ താലി ആർത്തിയത്? അവൻ ഭീഷണിപ്പെടുത്തി കാണും. മീനാക്ഷി പറഞ്ഞു, അതെ, ഭീഷണിപ്പെടുത്തിയായിരിക്കും താലി കിട്ടിയതല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, അതെ, അവൻ ഭീഷണിപ്പെടുത്തി, പക്ഷെ താലി കെട്ടാൻ വേണ്ടിയിട്ടല്ല, ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടോ? അവരുണ്ട് അന്താളിപ്പോട് നോക്കി. അതെ, അനുവിന് കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ പറയണം തോന്നി. അവന് ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാ എന്നെ ഭീഷണിപ്പെടുത്തിയത്. അനു, നീ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ എന്ന് മീനാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പം അനു പറഞ്ഞു, ഞാൻ പറയാം. അവൻ എൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അവനും കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ കാണിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഈ കല്യാണത്തിൽ നിന്ന് അവനെ ഒഴിയണം. ഈ കല്യാണത്തിന് ഞാൻ ഒഴിയണം, അല്ലെങ്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജീവന്റെ വീട്ടുകാരെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് വെറും ഫോട്ടോസുകളായിരുന്നു. മോർഫ് ചെയ്തെൻ്റെ കുറേ ഫോട്ടോസുകളാണ് അവനാക്കിയെടുത്ത് അങ്ങനെ എനിക്കിട്ട് പണി തരാനായിരുന്നു. ഇല്ല, ഇനിയിപ്പം അങ്ങനെ അത് അവൻ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ അവൻ്റെ കാല് വീണ് ക്ഷമ ചോദിക്കണം പോലും. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, എന്നിട്ടോ നീ പോയി അവൻ്റെ കാല് വീണ് ക്ഷമ ചോദിച്ചോ? അവൻ ചെയ്ത തെറ്റിന് നീ ക്ഷമ ചോദിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ക്ഷമ ചോദിക്കാൻ പോയില്ല. പക്ഷേ എങ്കിൽ തലേ ദിവസം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചെന്ന് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ഞാൻ അങ്ങനെ ക്ഷമ ചോദിക്കാനായിട്ടാ അവൻ്റെ അടുത്തേക്ക് ചെന്നത്.
അപ്പൊ പിന്നെ എങ്ങനെ ഈ താലി കെട്ടിയത്? അതിന് ശേഷമാണോ അവൻ നിന്റെ കഴുത്ത് താലി ആർത്തിയത്? അല്ല, പിന്നെ എങ്ങനെയാ സംഭവിച്ചേ എന്ന് ചോദിച്ചു. അത് കേട്ട പറഞ്ഞു അവന്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നെ തട്ടിക്കൊണ്ട് പോവുക ചെയ്തേ. പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ പറയാണ്. കുറെ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് അനുവിനെ കൊണ്ടുപോയി ഒരു മുറിയിൽ കൊണ്ടുപോയി കൈയും കാലും ഒക്കെ ബന്ധിപ്പിച്ചിട്ട കാര്യങ്ങൾ അതൊക്കെ. അതിനുശേഷം അവൻ ആവശ്യപ്പെട്ട ഒരു കാര്യമുള്ളൂ. അപ്പം എന്നെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ഒരു രാത്രി മൊത്തം എന്നോടൊപ്പം കഴിഞ്ഞ പെണ്ണ ഇവൾ എന്നോടൊപ്പം ഇറങ്ങി വന്ന അങ്ങനെയൊക്കെ പറയുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അവൻ എന്നെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് അവന് സത്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവനോടൊപ്പം ഇറങ്ങി വന്നാന്നൊക്കെ. ആ സമയത്ത് എനിക്ക് തോന്നി ഇവനെ അങ്ങനെ ജയിക്കാൻ പറ്റിയിട്ട് കാര്യമില്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെയാണ് ആ താലി കഴുത്തേ കെട്ടിയത്, അല്ലാതെ അവനല്ല എന്ന് പറഞ്ഞു. ഒരു നിമിഷം മീനാക്ഷിയും ഇത്ര ഞെട്ടിപ്പോയി. എന്തൊക്കെയാണ് നീ പറയണത്? നീ എന്തിനാ അങ്ങനെ ചെയ്തേ? നീ എന്തിനാ നിനക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിനക്ക് ഞങ്ങളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? സ്വന്തം ജീവൻ നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മീനു ചേച്ചി, ആ സമയത്ത് ഞാൻ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഒരുത്തനോടൊപ്പം കഴിഞ്ഞ പെണ്ണല്ലേ. ജീവൻ എന്നെ വിശ്വസിക്കോ? എന്നെ കഴുത്തി താലി കെട്ടാൻ തയ്യാറാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ നോക്കിയിട്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിനെ മാനം രക്ഷിക്കാനായിട്ട് ഇത് മാത്രം മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അവനെ അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. മിത്ര പറഞ്ഞു, എന്നാലും അവനിങ്ങനെ ക്രൂരത ചെയ്തപ്പം പറയായിരുന്നു. ശരിയാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ആ ഒരു തെറ്റേ ചെയ്തുള്ളൂ അവൻ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോ. പക്ഷെ വേറൊരു കാര്യം വേറൊരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോട്? സുകന്യയോട്. പിന്നീട് സുകന്യയാണ് അവിടേക്ക് വിളിച്ചോണ്ട് പോയെന്നുള്ള കാര്യങ്ങളെല്ലാം പറയണം. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, കള്ളിയെ സുകന്യേച്ചി ഇതുവരെയായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അനു പറഞ്ഞു, ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്. സുകന്യേച്ചിയോട് ഇതിനെക്കുറിച്ച് പോയി ചോദിക്കരുത്. കാരണം അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയരുത്. അത് കേട്ടപ്പോൾ മിത്ര അനുവിനോട് പറഞ്ഞു, അനു നീ അങ്ങോട്ടേക്ക് തിരിച്ചു വാ, ഞങ്ങളോടൊപ്പം വാ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. അച്ഛനും അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നീ വന്നേ മതിയാവുള്ളൂ. ഏയ് ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല മിത്രേച്ചി, ഞാൻ വരത്തില്ല. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. ഇനി അവന്റെ കഷ്ടകാലമാണ്. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, മോളെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെ ചിലപ്പോ നീ നീ അല്ല താലി കെട്ടിയെന്ന് അവനറിയാലോ. അവൻ ഇനി മറ്റുള്ളവരോടത് പറയത്തില്ലേ? ഒരിക്കലും പറയത്തില്ല. അത് അഭിമാനക്ഷതമാണല്ലോ അവൻ ഏൽക്കുന്നേ. അതുകൊണ്ട് അവൻ അത് പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞില്ലേലും അവൻ നിന്നോട് ക്രൂരതകൾ ചെയ്യില്ലേ? അപ്പോഴോ അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കും. അവനെ ഞാൻ തീർക്കും. അവന്റെ പ്രതികാരം ഞാൻ കെട്ടടക്കം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേവമംഗലത്തെ ആരുമാരാന്ന് അവന് അറിയില്ല. അതിനുശേഷം ഇനി ഞാൻ എന്താണെങ്കിലും ബാക്കിയുള്ളൊരു സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. തൽക്കാലത്തേക്ക് ആരും ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ആര് ചോദിച്ചാലും നിങ്ങൾക്കൊന്നും അറിയത്തില്ല, അത്രമാത്രം. എനിക്ക് സത്യം ചെയ്ത് തരണമെന്ന് പറഞ്ഞു. മീനാക്ഷിയും ഇത്തരം പരസ്പരം നോക്കി. പിന്നീട് അനു അങ്ങോട്ട് കൈ നീട്ടി, സത്യം ചെയ്ത് കാണിക്കുക, സത്യം ചെയ്യുക. കാരണം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രതികാരം തീർക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പ്രതികാരം തീർത്തിട്ട് വീട്ടിലെല്ലാവരും ഈ കാര്യം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒടുവില് മീനാക്ഷിക്കും മിത്രയ്ക്കും അനുവിന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പൊ ആരോടും പറയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.